നമസ്കാരം. ആശുപത്രിയിലെ ഒരു സാധാരണ നിയമം പ്രസവിക്കാൻ പോകുന്ന ഒരു സ്ത്രീക്ക് എത്ര വലിയൊരു ശക്തിയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രസവസമയത്ത് നമുക്കോരോരുത്തർക്കും അന്തസ്സും സ്വാകര്യതയും ഉറപ്പാക്കാൻ ചില അവകാശങ്ങളുണ്ട്. പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ചറിയില്ല. അപ്പോ എന്തൊക്കെയാണ് ആ അവകാശങ്ങൾ? അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം? ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കേൾക്കുമ്പോൾ കുറച്ചൊരു വിചിത്രമായി തോന്നുന്നുണ്ടാവും അല്ലേ? ഒരു ഡെലിവറി റൂമിൽ ഹാർട്ട് ബീറ്റ് മോണിറ്ററിന്റെ അത്രയും പ്രാധാന്യം ഒരു കർത്തനോ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ പ്രസവസമയത്ത് സ്വകാര്യതയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ചോദ്യം മതി. നമ്മളാരും അത്ര ശ്രദ്ധിക്കാത്ത ഈയൊരു ചെറിയ കാര്യം ഒരു സ്ത്രീയുടെ പ്രസവാനുഭവത്തെ എത്രത്തോളം മികച്ചതാക്കാൻ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോ സ്വകാര്യത എന്ന് പറയുന്നത് വെറുതെ ഒരു നാണത്തിന്റെയോ മടിയുടെയോ കാര്യമല്ല. അതിന് പിന്നിൽ കൃത്യമായ ഒരു സയൻസ് തന്നെയുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. മറ്റൊരാൾ നമ്മളെ തുരിച്ചു നോക്കുന്നു എന്നൊരു തോന്നൽ വന്നാൽ തന്നെ നമുക്കൊരു തരം അസ്വസ്ഥത വരും, അല്ലേ? പ്രസവസമയത്ത് ഈ തോന്നലുണ്ടായാല് നമ്മുടെ ശരീരം സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാക്കും. ഇത് പ്രസവവേദന കൂട്ടാനും പ്രസവം വൈകാനും കാരണമാകും. നേരെ മറിച്ച് ആരും ശല്യപ്പെടുത്താനില്ല, നമ്മൾ പൂർണ്ണമായും സുരക്ഷിതരാണ് എന്നൊരു തോന്നൽ വന്നാലോ? അപ്പോ ശരീരം ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ പുറത്തുവിടും. ഇത് പ്രസവം വളരെ സ്മൂത്തായി സ്വാഭാവികമായി മുന്നോട്ടു പോകാൻ സഹായിക്കും. അപ്പോ കണ്ടില്ലേ ആ കേർട്ടന്റെ പ്രാധാന്യം? അപ്പോ ഈ സ്വകാര്യതയുടെ പ്രാധാന്യം നമുക്കിപ്പോ വ്യക്തമായില്ലേ? ഇനി അറിയേണ്ട ഏറ്റവും നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഈ സ്വകാര്യത ആരുടെയും ഔദാര്യമല്ല, അത് നിയമം വഴി നമുക്ക് ഉറപ്പുതരുന്ന ഒരു അവകാശമാണ്. അതെ, നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഔദ്യോഗിക സംവിധാനം തന്നെയുണ്ട്. അതാണ് ലക്ഷ്യ എന്ന പദ്ധതിയിലൂടെ സർക്കാർ ഉറപ്പു നൽകുന്ന നിങ്ങളുടെ സ്വകാര്യതാ കവചം. ഈ ലക്ഷ്യ പദ്ധതിയുടെ എല്ലാം അടിസ്ഥാനം ഒരൊറ്റ ആശയമാണ്: ആദരപൂർവമായ പ്രസവ ശുശ്രൂഷ, അഥവാ RMC. ഇത് കേൾക്കുമ്പോൾ വലിയൊരു വാക്കായിട്ട് തോന്നാം, പക്ഷേ സംഭവം വളരെ സിമ്പിളാണ്. പ്രസവിക്കാൻ വരുന്ന ഒരു സ്ത്രീക്ക് ശാരീരികമായ സുരക്ഷ മാത്രം കൊടുത്താൽ പോരാ, അവരുടെ മാനസികവും വൈകാരികവുമായ ആരോഗ്യവും സംരക്ഷിക്കണം. ചുരുയെ പറഞ്ഞാൽ ഇതൊരു ഓപ്ഷനല്ല, ഇതൊരു ഔദാര്യമല്ല, ഇത് ഓരോ സ്ത്രീയുടെയും അടിസ്ഥാനപരമായ അവകാശമാണ്. അപ്പോ ഈ പറയുന്ന സ്വകാര്യതാ കവചത്തിന് പ്രധാനമായും 3 തൂണുകളാണുള്ളത്. ഒന്ന്, കാഴ്ചയിൽ നിന്നുള്ള സ്വകാര്യത. അതായത് ഓരോ ബെഡിനും കൃത്യമായ കേർട്ടനുകളോ സ്ക്രീനുകളോ വേണം. ഏത് ചെറിയ പരിശോധനയാണെങ്കിലും അത് ഉപയോഗിച്ചിരിക്കണം. 2, ശാരീരിക സ്വകാര്യത. നിങ്ങളുടെ ചികിത്സയുമായി നേരിട്ട് ബന്ധമുള്ള ഡോക്ടർക്കോ നഴ്സിനോ അല്ലാതെ മറ്റാർക്കും നിങ്ങളെ പരിശോധിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശനമില്ല. മൂന്നാമത്തേത്, ഒരു പ്രത്യേക ഇടം. അതായത് പ്രസവവേദന തുടങ്ങി പ്രസവം കഴിഞ്ഞ് മാറുന്നതുവരെ ഒരേ മുറിയിൽ തന്നെ കഴിയാനുള്ള സൗകര്യം. LDR ബെഡുകളുള്ള ആശുപത്രികളിൽ ഇതാണ് രീതി. അപ്പോ അനാവശ്യമായി നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ നിയമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇതൊക്കെ വെറും കടലാസിലൊതുങ്ങിയാൽ മതിയോ? പോരാ. നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പ്രവൃത്തിയിൽ ഈ അന്തസ്സും ആദരവും എങ്ങനെയാണ് കാണേണ്ടത്? ഈ നിയമങ്ങൾ നമ്മുടെ അനുഭവത്തിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്? നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതാണ് അന്തസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട നിലവാരം. ഒന്നാമതായി, നിങ്ങൾക്ക് ധരിക്കാൻ തരുന്നത് വൃത്തിയുള്ളതും ശരിക്ക് മൂടുന്നതുമായൊരു ഗൗണായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇതാണ് ഏറ്റവും പ്രധാനം, നിങ്ങളെ പരിശോധിക്കുമ്പോൾ ഏത് ഭാഗമാണോ പരിശോധിക്കേണ്ടത് ആ ഭാഗം മാത്രം തുറക്കുക. ഇതിനെ സോണൽ കവറിംഗ് എന്ന് പറയും. മൂന്നാമതായി, ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ മുഴുവൻ ഒരു ക്ലീൻ ഷീറ്റ് കൊണ്ട് മൂടിയിരിക്കണം. ഓർക്കുക, ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ സ്വകാര്യത ഉറപ്പാക്കാൻ സ്ക്രീനുകൾ ഉപയോഗിച്ചിരിക്കണം. ശരീരം മുഴുവനായി തുറന്നിടേണ്ട ഒരു ആവശ്യവും ഒരു പരിശോധനയ്ക്കുമില്ല. ഒരു കാര്യം ഓർക്കണം, സ്വകാര്യത എന്ന് പറയുന്നത് ഒരു കേർട്ടൻ പിന്നിൽ ഒളിക്കുന്നത് മാത്രമല്ല, അതിനപ്പുറവും ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ആരോഗ്യനില, അതായത് ഗർഭാശയമുഖം എത്ര സെന്റിമീറ്റർ വികസിച്ചു എന്നൊക്കെ വാർഡിൽ ഉച്ചത്തിൽ വിളിച്ചു പറയരുത്. നിങ്ങളുടെ അവസ്ഥ മറ്റുള്ള രോഗികളുടെ മുന്നിൽ വെച്ച് ചർച്ച ചെയ്യരുത്. ആശുപത്രി ജീവനക്കാർ എപ്പോഴും നിങ്ങളോട് മാന്യമായിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങളെ സ്പർശിക്കുന്നതിനു മുൻപ് എന്ത് കാര്യത്തിനാണ്, എന്ത് പരിശോധനയാണ് നടത്താൻ പോകുന്നത് എന്ന് കൃത്യമായി വിശദീകരിച്ച് തന്നിരിക്കണം. ഇതെല്ലാം നിങ്ങളുടെ സ്വകാര്യതയുടെയും അന്തസ്സിന്റെയും ഭാഗമാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങൾക്ക് ധൈര്യം തരാനും ഒരാളെ കൂടെ നിർത്താൻ നിയമം അനുവദിക്കുന്നുണ്ട്. ലക്ഷ്യപദ്ധതിയിലെ ഏറ്റവും ശക്തമായ ഒരു കാര്യമാണ് ഈ കൂട്ടിരിപ്പുകാരന്റെ പങ്ക്. അവർ വെറുമൊരു കൂട്ടിരിപ്പുകാരനല്ല, നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു സഹായിയാണ്. ഇതൊരിക്കലും മറക്കരുത്. പ്രസവസമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളെ കൂടെ നിർത്താൻ നിങ്ങൾക്ക് നിയമപരമായി അവകാശമുണ്ട്. അത് നിങ്ങളുടെ ഭർത്താവാകാം, അമ്മയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധുവാകാം.
അവരുടെ ജോലി നിങ്ങൾക്ക് മാനസികമായി ധൈര്യം തരുക എന്നത് മാത്രമല്ല, അവർ നിങ്ങളുടെ ഒരു പ്രൈവസി അഡ്വക്കേറ്റ് കൂടിയാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നയാൾ. കർട്ടൻ ശരിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആരെങ്കിലും മുറിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുവേണ്ടി സംസാരിക്കാനും ചോദ്യം ചെയ്യാനും അവർക്ക് കഴിയും. ഇപ്പം നമുക്ക് അവകാശങ്ങളെക്കുറിച്ചെല്ലാം അറിയാം, പക്ഷേ അറിവുണ്ടായിട്ട് മാത്രം കാര്യമല്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇതെങ്ങനെ ആത്മവിശ്വാസത്തോടെ ചോദിച്ചു വാങ്ങാം, പേടിയോ മടിയോ ഇല്ലാതെ നമ്മുടെ അവകാശങ്ങൾ എങ്ങനെ നേടിയെടുക്കാം. അതിനുള്ള ചില എളുപ്പവഴികളാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കൂ, ഇത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ ചോദിക്കാം: ഡോക്ടർ, പരിശോധന തുടങ്ങുന്നതിന് മുൻപ് കർട്ടൻ മുഴുവനായി അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാമോ? കണ്ടോ, എത്ര ലളിതവും മാന്യവുമായ ചോദ്യമാണിത്. ഇവിടെ വഴക്കിടേണ്ട കാര്യമില്ല, തർക്കിക്കേണ്ട കാര്യവുമില്ല. ഈ ഒരു ചോദ്യത്തിലൂടെ നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. ഇനി ചിലപ്പോൾ റൂമിൽ ഒരുപാട് ആളുകളെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയാൽ ഒരു മടിയും കൂടാതെ ഇങ്ങനെ ചോദിക്കാം: ഇവിടെയുള്ളവരെല്ലാം എന്റെ മെഡിക്കൽ ടീമിന്റെ ഭാഗമാണോ? ഓർക്കുക, നിങ്ങളുടെ ചികിത്സയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആർക്കും അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് നിങ്ങളുടെ സ്വകാര്യത നിങ്ങൾക്ക് ഉറപ്പാക്കാം. ഇനി ഒരു ആശുപത്രി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു ചോദ്യമുണ്ട്. അഡ്മിഷൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഡോക്ടറെ കാണുമ്പോഴോ ചോദിക്കുക: നിങ്ങൾക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ഉണ്ടോ? ഈ ഒരൊറ്റ ചോദ്യത്തിൽ എല്ലാമുണ്ട്. നിങ്ങളുടെ അന്തസ്സിനും സ്വകാര്യതയ്ക്കും ആ ആശുപത്രി എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കും. സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവരീ പറയുന്ന നിലവാരങ്ങളെല്ലാം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക: നമ്മൾ ഇതുവരെ സംസാരിച്ചതൊന്നും ഏതെങ്കിലും ആശുപത്രിയുടെയോ ഡോക്ടറുടെയോ ഒരു ഔദാര്യമല്ല, ഇതൊരു നിർദ്ദേശവുമല്ല. ഇതാണ് നിലവാരം. നിയമം അനുശാസിക്കുന്ന ഓരോ സ്ത്രീക്കും ഉറപ്പു നൽകേണ്ട അടിസ്ഥാനപരമായ ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ്. അറിവാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. അപ്പോ അടുത്ത തവണ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോകേണ്ടി വരുമ്പോ അന്തസ്സോടെയുള്ളൊരു പ്രസവത്തിനായി ഈ അറിവ് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കും? നിങ്ങളുടെ ശബ്ദം അത് നിങ്ങൾക്കും ഇനി വരാൻ പോകുന്ന തലമുറയിലെ അമ്മമാർക്കും വലിയൊരു ശക്തിയാകട്ടെ.